വള്ളികുന്നം സ്വദേശി സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരുടെ ഭീഷണിയെ തുടർന്ന് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച സംഭവത്തിൽ മൃതദേഹവുമായി BJP പ്രവർത്തകർ ഫിനാൻസ് കമ്പനിയുടെ കായംകുളത്തെ പ്രധാന ഓഫീസിന് മുന്നിൽ ഉപരോധ സമരം നടത്തി. രാവിലെ 10:30 കൂടിയാണ് BJP പ്രവർത്തകർ പോസ്റ്റ്മോർട്ടത്തിന് ശേഷവും മൃതദേഹവുമായി സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൻ്റെ കായംകുളം ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. BJP ആലപ്പുഴ തെക്കൻ ജില്ലയുടെ നേതൃത്വത്തിലായിരുന്നു സമരം. വിവിധ നേതാക്കൾ നേതൃത്വം നൽകി. ഭാരതീയ ജനതാ പാർട്ടി ഇന്നിവിടെ ഒരു പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ദാരുണമായ ഒരു സംഭവത്തിൽ പ്രതിഷേധിക്കാനാണ്. ഈ സ്ഥാപനത്തിൽ നിന്ന് മുത്തൂറ്റ് മൈക്രോയിൽ നിന്നും അതോടൊപ്പം തന്നെ മുത്തൂറ്റിൻ്റെ മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിൽ നിന്ന് ലോൺ എടുത്ത ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട തൊഴിലാളിയെ മുത്തൂറ്റിലെ ജീവനക്കാരെത്തി നിരന്തരമായി ഭീഷണിപ്പെടുത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. ഞങ്ങൾ മനസ്സിലാക്കുന്നത് കേവലം ഒരു ഇൻസ്റ്റാൾമെൻറ്റ് മാത്രമാണ് ഈ പാവം പിടിച്ച തൊഴിലാളി അടയ്ക്കാനായുള്ളത്. 1000 രൂപയിൽ താഴെ 700 രൂപയോളം വരുന്ന ഒരു ഇൻസ്റ്റാൾമെൻറ്റ്. അത് വൈകുന്നേരം അടയ്ക്കാമെന്ന് അദ്ദേഹം വാക്ക് കൊടുത്തിട്ടും അദ്ദേഹത്തെ വഴിയിൽ തടഞ്ഞു നിർത്തി മുത്തൂറ്റിൻ്റെ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. BJP ആവശ്യപ്പെടുന്നത് ഈ കുടുംബത്തിന് 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകണം. അന്ന് ഈ തൊഴിലാളിയുടെ കുടുംബത്തെ ഭീഷണിപ്പെടുത്തിയ ജീവനക്കാർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം. പട്ടികജാതി പീഡന നിരോധന നിയമപ്രകാരം മുഴുവൻ മാനേജ്മെൻറ്റിനെതിരെയും കേസെടുക്കണം. കാരണം തൊഴിലാളികളെ മാത്രം കുറ്റപ്പെടുത്താൻ പറ്റില്ല. അവർക്ക് മാനേജ്മെൻറ്റിൽ നിന്നുള്ള പ്രഷർ കൊണ്ടാണ് അവരെ വീട്ടിൽ പോയി പ്രശ്നം ഉണ്ടാക്കുന്നത്. അദ്ദേഹം അടച്ചുകൊള്ളാമെന്ന് വാക്ക് കൊടുത്തിട്ടും അദ്ദേഹത്തെ പീഡിപ്പിച്ച് കൊല്ലുകയായിരുന്നു. ഇത് ഭരണകൂട പീഡനത്തിൻ്റെ ഒരു ഇരയാണ്. ബ്ലേഡ് മാഫിയകളെ അഴിച്ചുവിട്ട പിണറായി സർക്കാരിൻ്റെ നിഷ്ക്രിയമായ ഭരണത്തിൻ്റെ ഇര കൂടിയാണ് ഈ ശശി എന്ന് പറയുന്ന പാവപ്പെട്ട പട്ടികജാതിക്കാരനായ തൊഴിലാളി. ആ കുടുംബത്തോടൊപ്പം ചേർന്നു നിന്നുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഇന്നിവിടെ പ്രതിഷേധിക്കുന്നുണ്ട്. ഞങ്ങളുടെ ആവശ്യം ഇവിടെ എത്തി ഞങ്ങളോട് ചർച്ച ചെയ്ത് ഇതിനൊരു പരിഹാരം ഉണ്ടാകുന്നത് വരെ ഇവിടെ സമരം തുടരാനാണ് BJPയുടെ തീരുമാനം.